പള്ളി പരിപാലിച്ച് സ്വർഗത്തിലേക്കും പോകാം, പള്ളി പരിപാലിച്ച് നരകത്തിലേക്കും പോകാം. ഞാൻ പറയാ, ഇപ്പൊ ഇവിടെ ഉണ്ടോന്നറിയില്ല. ഞങ്ങളൊക്കെ ഈ വഅലിന് പോകുമ്പോ ചില സമയങ്ങളിൽ പള്ളിയിൽ കയറിയിട്ട് ബാത്റൂമിൽ പോകാൻ വേണ്ടി ഒന്ന് പോകും. പള്ളിയിൽ കയറിയിട്ട് ബാത്റൂമിൽ കയറാൻ വേണ്ടി ഞങ്ങൾ ഇങ്ങനെ പോകാറുണ്ട്. ചില സ്ഥലത്തൊക്കെ ചെല്ലുമ്പോൾ ഈ SBIയുടെ ATM കൂട്ടി വെച്ചിരിക്കുന്നത് പോലെയാ ചില പള്ളിയുടെ ബാത്റൂം. ഫെഡറൽ ബാങ്കിന്റെ ഈ പൈസ സൂക്ഷിക്കുന്ന ലോക്കർ പൂട്ടി വെച്ചിരിക്കുന്നത് പോലെയാ ചില പള്ളികളുടെ ബാത്റൂം എന്ന് പറയുന്നത്. അല്ലാഹു നൽകട്ടെ, അല്ലാഹു കാത്തിരിക്കുമാറാവട്ടെ. ഏതെങ്കിലും ഒരു പാവപ്പെട്ട ചങ്ങാതി പള്ളിയിൽ നിസ്കരിക്കാൻ വരുമ്പോ പെട്ടെന്നൊന്നും ബാത്റൂമിൽ പോകണം. ഇത് നേരത്തെ നിശ്ചയിക്കാൻ സുബൈ കഴിഞ്ഞിട്ട് പഠിച്ചോ നമ്മൾ അറിയിക്കോ, എടാ ഇന്ന സമയത്ത് നീ ബാത്റൂമിൽ പോകണമെന്നൊന്നും പറയാൻ പറ്റൂല. പള്ളിയിലേക്ക് വന്ന് ഈ ബാത്റൂമിലേക്ക് കയറാൻ പോകുമ്പോൾ സുബ്ഹാനല്ലാഹ് പൂട്ടിയിട്ടിരിക്കുമായിരിക്കും. നമ്മളങ്ങനെ പള്ളിയുടെ ഖത്തീബിനോട് വന്നിട്ട് ചോദിക്കും, ഉസ്താദേ ആ താക്കോലും തരും ഉസ്താദേ, മുട്ടിയിട്ട ഉസ്താദ് താക്കോലും തരും. ഉസ്താദിനോട് ചോദിക്കുമ്പോൾ ഉസ്താദ് പറയുന്നൊരു വാക്കുണ്ട്, കമ്മറ്റിക്കാര് പറഞ്ഞിരിക്കണേ കൊടുക്കണ്ടെന്ന്. കമ്മറ്റിക്കാര് പറഞ്ഞിരിക്കണേ കൊടുക്കണ്ടെന്ന്. അല്ലാഹു നൽകുമാറാവട്ടെ, കാത്തിരിക്കുമാറാവട്ടെ. ചില പള്ളിയിലൊക്കെ ഉണ്ട് ബാത്റൂമൊക്കെ ഓപ്പണാ. ബാത്റൂമിൽ കയറിയിട്ട് ലോക്കിടാൻ നോക്കുമ്പോൾ ലോക്ക് ഉണ്ടാവില്ല. നമ്മൾ വെള്ളം നിറച്ച ബക്കറ്റ് വെച്ചിട്ട് ഇതിന്റെ അകത്ത് ഇങ്ങനെ ചേർത്ത് പിടിച്ചോണം. ആരെങ്കിലും വന്ന് തുറന്നാൽ അല്ലാഹു കാത്തിരിക്കട്ടെ, അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പള്ളി പരിപാലനം എന്ന് പറഞ്ഞാൽ പള്ളി മാത്രമല്ല. നിങ്ങളുടെ വിചാരം പള്ളി പരിപാലനം എന്ന് പറയുമ്പോൾ ഉസ്താദ് ഈ കാണുന്ന ഒരു 2000-2500 സ്ക്വയർ ഫീറ്റിന്റെ അകത്ത് വരുന്ന ഈ ഒരു കെട്ടിടം മാത്രം പരിപാലിച്ചാൽ മതി എന്നാണ് നമ്മുടെ വിചാരം. അല്ല, എന്റെയും ജീവിതത്തിൽ പഠിക്കാനുള്ള കാര്യം. ചിലപ്പോൾ ഞാനും നാളൊരു പള്ളി പ്രസിഡന്റ് ആകാം, പറയാൻ പറ്റൂല. ചിലപ്പോൾ ഞാനും നാളൊരു പള്ളിയുടെ സെക്രട്ടറി ആകാം. ചിലപ്പോൾ ഇവിടെ ഇരിക്കണം നിങ്ങളും ഒരു പള്ളിയുടെ പ്രസിഡന്റ് സെക്രട്ടറി ആകാം. ഞാൻ നിങ്ങളോട് പറയാ, മോനെ ഈ പള്ളിക്ക് വേണ്ടി ഖിദ്മത്ത് ചെയ്താൽ ദഖലൽ ജന്ന. ഇഖ്ലാസോടെ ആരെങ്കിലും ഒരാൾ പള്ളികൾക്ക് വേണ്ടി ഖിദ്മത്ത് ചെയ്താൽ മുത്തുനബി പറയാ അവർ സ്വർഗ്ഗത്തിലാണ്. ഹബീബുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവേ സ്വീകരിക്കണേ അല്ലാഹ്.